ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു പ്രത്യേക റെസിപ്പിയിലേക്ക് പോകാം. പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇഞ്ചി, ശർക്കര, പുളി, ചെറു ഉള്ളി, പച്ചമുളക്. നമുക്ക് ഇത്രയാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. നമുക്കത് റെഡിയാക്കി എടുക്കാം. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിടുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുളകും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇവിടെ കിടന്ന് വേകട്ടെ, മൂക്കട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നല്ല ബ്രൗൺ കളർ ആകുന്നോണം വരെ ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ മസാല ചേർത്ത് കൊടുക്കും. മസാല അധികമൊന്നുമില്ല. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. അധികം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ചെറിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും മസാല ചേർത്ത് കൊടുക്കാം. മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ LGയുടെ കായപ്പൊടി, ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടി കരിഞ്ഞു പോകാതെ തീ ഇച്ചിരി കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ടാമറിൻ വാട്ടർ. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇപ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനുണ്ട്. ശർക്കര പാനയാണ് ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ട്, അത് വേണം കൊടുക്കാൻ. ശർക്കര കുറുക്കിയത് ഒഴിച്ചു കൊടുക്കാം. മറവൂർ ശർക്കര, മറവൂർ. പുളി ഇഞ്ചി. ഇതാണ് പുളി ഇഞ്ചി. നമ്മുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷന് മുന്നോടിയായിട്ടുള്ള ആദ്യമേ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക കേട്ടോ. പുളിയിഞ്ചി നല്ല സൂപ്പറായിട്ട് വരും.